ഡോക്ടറെ IFPHന്റെ 1732 ദിവസത്തെ മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് ലോക വനിതാ ആരോഗ്യ പ്രവർത്തക ദിനമാണ്. അപ്പൊ ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ ജയലളിത ക്ഷണിക്കുന്നു. താങ്ക് യു മനോജ് ഡോക്ടറെ. IFPHന്റെ 1732 ദിനത്തില്, അതായത് ലോക വനിതാ ആരോഗ്യ പ്രവർത്തക ദിനം ഉദ്ഘാടനത്തിനെത്തിയ ഡോക്ടർ സിജി സോമരാജൻ, മെഡിക്കൽ ഓഫീസർ GHD കണ്ടല്ലൂർ ആലപ്പുഴ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ, പ്രഭാഷണം നടത്തുന്ന വിഷയം ആരോഗ്യ മേഖലയിലെ വനിതകളും നിയമപരിരക്ഷയും എന്ന വിഷയത്തില് എത്തിയിട്ടുള്ള ഡോക്ടർ നാരായണ പണ്ടാല, അസിസ്റ്റന്റ് പ്രൊഫസർ, മരിയൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, മുൻ സെക്രട്ടറി, കേരള ലീഗൽ സർവീസ് അതോറിറ്റി നെയ്യാറ്റിൻകര. ഇന്നത്തെ മോഡറേറ്ററായ നമ്മുടെ മുൻ മോഡറേറ്ററായ ഡോക്ടർ ഷൈല, റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ ഹോമിയോപ്പതി, നന്ദി പ്രകാശനത്തിന് എത്തിയിരിക്കുന്ന ഡോക്ടർ മറിയാമ്മ ജോൺ, എല്ലാവരെയും സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഇന്നത്തെ കാലാവസ്ഥ ഇപ്പം കുഴപ്പമാണ്. അപ്പൊ ഡോക്ടർ സിജി എത്തിയിട്ടുണ്ടോ ഇരുട്ടത്തിരിക്കുകയാണ്, കാരണം ഏത് നിമിഷം കറണ്ട് പോകാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡോക്ടർ സിജിയെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു. ഡോക്ടർ സിജി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ KGH, നമ്മുടെ ഗവൺമെന്റ് ഗസറ്റ്, കേരള ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഏറ്റവും വലിയ സംഘടനയാണ്, ഏറ്റവും പ്രബലമായ സംഘടനയാണ്. അതിന്റെ പ്രബലമായ ഒരു വ്യക്തി കൂടിയാണ്. ഡോക്ടർ സിജിയെ ക്ഷണിക്കുന്നു. ഡോക്ടർ സിജി ഉദ്ഘാടനത്തിനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു. ഇവിടെ ലോക വനിതാ ആരോഗ്യ പ്രവർത്തക ദിനത്തിന്റെ ഒരു വെബിനാറാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഡോക്ടർ മനോജ് സൂചിപ്പിച്ചതുപോലെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. സൂചിപ്പിച്ച നമ്മുടെ കാലാവസ്ഥ വളരെ മോശമാണ്. 2 ദിവസമായിട്ട് കറണ്ടൊക്കെ പോയി. ഹൈവേ ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നല്ല മഴയും ഇടിയും ഒക്കെയാണ്. എന്നാലും ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാൻ ഏറ്റവും സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞ ഡോക്ടർ ഷൈല, ജയലളിത ഡോക്ടർ, മോഡറേറ്റർ ഡോക്ടർ മനോജ്, നന്ദി പ്രകാശിപ്പിക്കുന്ന ഡോക്ടർ മറിയാമ്മ ജോൺ അടക്കം ഇന്ന് നമുക്ക് വളരെ നല്ലൊരു പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ നാരായണ പണ്ടാല അടക്കമുള്ള മുഴുവൻ സുഹൃത്തുക്കളും ഡോക്ടേഴ്സിനും അടക്കം. തീർച്ചയായിട്ടും നമ്മളൊരു നല്ലൊരു ടോപ്പിക് തന്നെയാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ സൂചിപ്പിച്ച പോലെ ആരോഗ്യ മേഖലയിലെ വനിതകളും നിയമപരീക്ഷയും തീർച്ചയായിട്ടും ഇന്നിന്റെ ഒരു സാഹചര്യം തന്നെയാണ്. അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്ന് സ്ത്രീപക്ഷ നവകേരളം സാധ്യമാക്കുന്ന ഒരു ഗവൺമെന്റ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അതിന് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് അത്രയ്ക്ക് ടോപ്പിക് സെലക്ട് ചെയ്ത നമ്മുടെ ഇതിന്റെ സംഘാടകരെ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് അനുമോദിക്കുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം ഇന്ന് ഈ കേരളത്തിലടക്കം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ തന്നെ തരണം ചെയ്തു പോകാൻ ഗവൺമെന്റിന് കഴിയുന്നത് ഇത്തരത്തിലേക്ക് ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി ഒട്ടനവധി നിയമങ്ങളുണ്ട്, ആ നിയമ പരിരക്ഷകളുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി സാധ്യമാക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ നമ്മുടെ കൊച്ചു കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ തന്നെ ഉള്ളപ്പോൾ അതിന്റെ പരിമിതികൾ മുറിച്ചു കടക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ഇന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ നമ്മുടെ മുൻനിര ആരോഗ്യ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ സാമൂഹ്യ പരിപാലന പ്രവർത്തകരുടെയും വലിയൊരു ഭാഗം സ്ത്രീകൾ തന്നെയാണ്. ആരോഗ്യ മേഖലയിൽ തന്നെ എടുക്കുമ്പോൾ നമുക്കറിയാം മിക്കവാറും രോഗികളിൽ നിന്നോ അല്ലെങ്കിൽ സന്ദർശകരിൽ നിന്നോ ഒക്കെ തന്നെ ബൈസ്റ്റാൻഡേഴ്സിൽ നിന്നൊക്കെ തന്നെ വാക്കാലോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിലുള്ള ആക്രമണങ്ങളടക്കം, ശാരീരിക അതിക്രമങ്ങളടക്കം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ലൈംഗിക പീഡനം അടക്കമുള്ള സാഹചര്യങ്ങൾ, ഇതൊക്കെ ഇതിന്റെയൊക്കെ തോത് എന്ന് പറയുന്നത് വളരെ അധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവും കൂടിയാണ് എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഇപ്പോഴത്തെ റിപ്പോർട്ടുകളൊക്കെ തന്നെ കാനഡയിൽ ഒക്കെ നടക്കുന്ന ദീർഘകാലമായി ഈ പരിചരണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, വനിതാ തൊഴിലാളികൾ 38% പേർ ദിവസവും ശാരീരിക അതിക്രമത്തിന് വിധേയരാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ അടക്കം.
നമ്മൾ ശരിക്കും തീർച്ചയായിട്ടും അതൊക്കെ പ്രതിരോധിക്കേണ്ട ഒരു കാലഘട്ടം കൂടി തന്നെയാണെന്ന് സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഈ മാർച്ച് 8 ലോക വനിതാ ദിനമായി ആചരിക്കുന്ന ഒരു സന്ദർഭം തന്നെ നമുക്കറിയാം. നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് അല്ലെങ്കിൽ ജോലിയെടുക്കുന്ന ലോകത്താകമാനം ജോലിയെടുക്കുന്ന സ്ത്രീകൾ അവരുടെ ജോലിയും കൂലിയും അവരുടെ വോട്ടവകാശം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഒരു അവരുടെ തൊഴിലിന്റെ ഉറപ്പ്, ജോലിയുടെ ഉറപ്പ്, തൊഴിലിന്റെ ഉറപ്പ് ഇതിനൊക്കെ വേണ്ടി ഒപ്പം തന്നെ അവർ പൗര ആണ് എന്ന ബോധത്തിലേക്ക് വോട്ടവകാശം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ സമരം ചെയ്ത ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ മാർച്ച് 8 അന്തർദേശീയ വനിതാ ദിനമായി തന്നെ ആചരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്തരം കാലഘട്ടത്തിലൂടെ പോകുന്ന കേരളത്തിലെ വനിതകളടക്കം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആരോഗ്യ പ്രവർത്തകരുടെയും ഈ സാമൂഹ്യ പരിപാലന പ്രവർത്തകരുടെയൊക്കെ കൂടുതൽ ഭാഗം, നല്ലൊരു ഭാഗം തന്നെ സ്ത്രീകളാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ജോലികളിൽ നമുക്കറിയാം 70% സ്ത്രീകളാണെന്നും അവരിൽ നഴ്സുമാരുടെ അളവ് നോക്കുമ്പോൾ 90% സ്ത്രീകളാണെന്നും നമുക്കറിയാം. ആരോഗ്യ മേഖലയിലും സ്ത്രീകൾക്ക് സുരക്ഷിതമാവും അതുപോലെ തന്നെ മാന്യവുമായ ജോലി ഉറപ്പാക്കുന്നതിനും നമുക്കറിയാം പലപ്പോഴും ശമ്പളം വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ശമ്പളം കൃത്യമായി ലഭിക്കാത്തുള്ള അവസ്ഥ ഉണ്ടാവാം. ഇങ്ങനെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം വേതനം കുറയുന്നതും വേതനം കൃത്യമായി ലഭിക്കാത്ത പോലുള്ള സാഹചര്യങ്ങളടക്കം അത്തരം ഈ അനൗപചാരിക ജോലികളാണ് കൂടുതൽ ഇത്തരത്തിലേക്ക് പോകുന്നത്. അത് അവസാനിപ്പിക്കുകയും അതുപോലെ ആരോഗ്യ മേഖലയിൽ തുല്യ അവസരങ്ങളും അതുപോലെ നേതൃത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു അത്തരത്തിലേക്കുള്ള ഇടപെടലും അക്രമവും പീഡനവും ഒക്കെ അവസാനിപ്പിക്കുന്നതിനും ഒരു രാഷ്ട്രീയ സമൂഹം തന്നെ നമുക്ക് കെട്ടിപ്പടുക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചു പോകുന്നത്. നമ്മുടെ മുന്നിൽ ഇതിന്റെ ആവശ്യവും അതാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി നിയമങ്ങളുണ്ട്. പക്ഷെ ആ നിയമങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇന്നത്തെ നല്ലൊരു ക്ലാസ്. അത് തീർച്ചയായിട്ടും നമ്മൾ അത് ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു പ്രഭാഷണം നമുക്ക് ഏർപ്പെടുത്തി തരുന്നത് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ സ്ത്രീകൾക്ക് അത് കൃത്യമായി കേട്ടുകൊണ്ട് അതിന്റെ അവകാശങ്ങൾ നമ്മുടെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് മാറ്റുവാൻ നമുക്ക് കഴിയണം. ഞാൻ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. ഈ വൈകിയ വേളയിൽ കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ ഈ വെബിനാർ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ തന്നെ മുഴുവൻ ഇവിടെ പങ്കെടുക്കുന്ന ഡോക്ടർമാരെയും നമ്മുടെ KGOയുടെ പേരിലും അതുപോലെ നമ്മുടെ ഹോമിയോ ഡോക്ടർമാരുടെ പേരിലും ഇത്തരം ഒരു ഫ്രട്ടേണിറ്റി ഇങ്ങനെ ക്ലാസ്സുകൾ ഹോമിയോപ്പതി എല്ലാവരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ പോകുന്ന സതുദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ഏറെ സ്നേഹത്തോടെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വളരെ നന്ദി ഡോക്ടറെ. വളരെ നന്ദി. നമ്മുടെ ഈ പരിപാടി കൃത്യമായിട്ട് IFPG യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ് കാണാവുന്നതാണ്. അപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കുകയാണ്. മുഖ്യ പ്രഭാഷണത്തിനായിട്ട് ഇതിൽ ഏറ്റവും വൈദഗ്ധ്യമുള്ള സാറ് PhD എടുത്തതും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നാരായണ പണ്ടാർ സാറിന് ക്ഷണിക്കുകയാണ്. സാർ പ്ലീസ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ? കേൾക്കാം സാർ, കേൾക്കാം. അപ്പം ആദ്യമേ ഇത് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ സിജി മാം, അതുപോലെ മനോജ് ഡോക്ടർ, മറ്റ് പ്രിയങ്കരായ ഡോക്ടേഴ്സ് എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പം മാം പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥ വളരെ അഡ്വേഴ്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തും എല്ലാം പ്രശ്നമാണ്. പക്ഷെ നമുക്ക് ഇന്നത്തെ വളരെ എന്തുകൊണ്ടാണ് ഈ വനിതാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട ഈ ടോപ്പിക്ക് നമ്മൾ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ഫാക്ടേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി ആരോഗ്യ പ്രവർത്തകർ ഇന്ന് ഒരുപാട് വെല്ലുവിളികൾ നേരിടും. ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം അവർക്കുണ്ടാകും. അപ്പൊ ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ഞാൻ ജുഡീഷ്യൽ സർവീസിൽ ജോലി ചെയ്ത ഒരാളായതുകൊണ്ട് ദൈവത്തിന് ശിക്ഷിക്കാനും രക്ഷിക്കാനും അധികാരമുണ്ട് എന്നാണ്. അപ്പൊ രക്ഷിക്കാൻ അധികാരം ഉള്ളവരാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവരിൽ ആ ഒരു ദൈവാംശം ഉണ്ട് എന്ന് കണക്ക് കൂട്ടുന്ന ഒരു വ്യക്തി കൂടിയായി. ഏതായാലും ഇപ്പം മാം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ സ്ത്രീകൾക്ക് ഭയമില്ലാതെ ജോലി ചെയ്യാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനില് ജെൻഡർ ഇക്വാളിറ്റി എൻവിസേജ് ചെയ്തിട്ടുണ്ട്, അതായത് സ്ത്രീ പുരുഷ സമത്വം. പക്ഷെ ആ ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ മനോജ് ഡോക്ടർ അത് റിവീൽ ചെയ്യുകയും ചെയ്തു. ഞാൻ PhD ചെയ്തത് വിമൻ എംപവർമെന്റ് കണക്റ്റഡ് ടോപ്പിക്കാണ്. അപ്പൊ സ്ത്രീ ശാക്തീകരണത്തിന് ഒരുപാട് സാധ്യതയുള്ളതും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾക്ക് ആ മേഖലയിൽ നമ്മൾക്ക് ചിന്തിക്കേണ്ടതുമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. സ്ത്രീകൾ അനുഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ട്. അപ്പൊ പലരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് സാർ ഈ ടോപ്പിക്ക് തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം സമൂഹത്തിൽ അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ച മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത്
സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പോൾ നമ്മൾക്ക് ഈ ആരോഗ്യ പ്രവർത്തകർക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കേരളത്തില് 2012 ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി. ദ കേരള ഹെൽത്ത് കെയർ സർവീസ് പേഴ്സൺസ് ആൻഡ് ഹെൽത്ത് കെയർ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. അതായത് ശരിക്കും പറഞ്ഞാൽ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് നമ്മളുടെ സർക്കാരാണ്. പല ഡോക്ടേഴ്സും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പലരും പല കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡോക്ടർമാർ മാത്രമല്ല, ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ പറയും ഹെൽത്ത് ഡോക്ടേഴ്സ് മാത്രമല്ല അതിന്റെ പെർവ്യൂവിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷൻസ് അതെന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ആണ്. പിന്നെ പറയുന്നത് രജിസ്റ്റേർഡ് നേഴ്സസ്. അപ്പൊ മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ അത് ഏത് സ്ട്രീമിലുള്ളതും ആകാം. മാത്രമല്ല അപ്പൊ രജിസ്റ്റേർഡ് നേഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഇന്ന് നഴ്സിംഗ് മേഖലയിലും വളരെയധികം വെല്ലുവിളികളുണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ സ്റ്റുഡൻസ്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ PG സ്റ്റുഡൻസ്, ഇപ്പൊ നമ്മൾ അതുപോലെ സീനിയർ റെസിഡൻസി ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് അനുഭവിക്കുക. അപ്പൊ ഈ രാത്രിയിൽ കൂടുതൽ അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി കൂടുതലും ചെയ്യുന്നത് അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണ്, PG സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പഠിക്കുന്ന. അപ്പൊ നിങ്ങളെല്ലാം ഇവിടെ PG കഴിഞ്ഞവർക്ക് അറിയാം നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്തപ്പം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചു എന്ന്. അതുപോലെ നഴ്സിംഗ് സ്റ്റുഡൻസ്, നഴ്സസ് മാത്രമല്ല നഴ്സിംഗ് സ്റ്റുഡൻസ്, അതുപോലെ പാരാമെഡിക്കൽ സ്റ്റുഡൻസ്, ഇവരെല്ലാം ഇതിൽ ഉൾപ്പെടും. മാത്രമല്ല അവിടുത്തെ സ്റ്റാഫ്, ക്ലറിക്കൽ സ്റ്റാഫ്, അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ, മറ്റൊരു ചോദ്യമുണ്ട്. അവരെ എന്താണ് ആക്രമിച്ചാലുള്ള ശിക്ഷ എന്താണ്? ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഒരു 3/4 മണിക്കൂർ കൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ, നിങ്ങളെ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇത് വളരെ ബൃഹത്തായ ഒരു സംഹിതയാണ്. ഇതുമായി ബന്ധപ്പെട്ട പീനൽ കോഡിൽ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസ് കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പൊ എന്താണ് ശിക്ഷ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരാളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ അത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് മാനസികമായ പീഡനങ്ങൾ ഉണ്ടാവുകയോ മറ്റേതെങ്കിലും തരത്തിൽ അവരെ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവിടെ ഒരു ശിക്ഷ പറയുന്നുണ്ട്. 6 മാസമാണ് മിനിമം ശിക്ഷ. 5 വർഷം വരെ ശിക്ഷയാകാം. പിന്നെ മാത്രമല്ല അതില് ഇത് 2 വേണമെങ്കിലും കൊടുക്കാം, പിഴയും കൂടെ കൊടുക്കാം. 1 ലക്ഷം വരെ കൊടുക്കാം, അല്ലെങ്കിൽ 2 ലക്ഷം വരെ മാക്സിമം കൊടുക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഇനി ഗ്രീവിയസ് ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏതെങ്കിലും ഇപ്പൊ അത് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഗ്രീവിയസ് ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ പൊട്ടല് അല്ലെങ്കിൽ വളരെ ഡീപ്പ് വൂണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ ശിക്ഷ മാറും. ഈ ശിക്ഷ എന്ന് പറയുന്നത് പരമാവധി 7 വർഷം വരെയും 5 ലക്ഷം രൂപ വരെയും ശിക്ഷിക്കാം. അപ്പൊ ഇതിന് ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാം. കംപ്ലൈന്റ് കൊടുക്കേണ്ടത് ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം, ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന് ഏറ്റവും എക്സ്പീഡിയേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എത്രയും വേഗം തന്നെ അതിനുള്ള കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് അതിന് തീർപ്പുണ്ടാക്കണം എന്ന് തന്നെയാണ് ചട്ടങ്ങളിൽ പറയുന്നത്. വിവിധ കേസ് സ്റ്റഡീസ് ഇതിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ മറ്റൊരു കാര്യം, അപ്പം ഹരാസ്മെന്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്. അപ്പം ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്തതും മറ്റ് വളരെ ഒരുപാട് ഡിസ്കഷൻസിൽ വന്ന ഒരു കാര്യമാണ് സെക്ഷൽ ഹരാസ്മെന്റ്. അപ്പൊ സെക്ഷൽ ഹരാസ്മെന്റ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പല കംപ്ലൈന്റ്സും വന്നിട്ടുണ്ട്. ഇതിന് ഒരുപാട് ലീഗൽ അഡ്വൈസ് കൊടുക്കേണ്ട സാഹചര്യവും വന്നിട്ടുണ്ട്. എന്താണ് സെക്ഷൽ അഡ്വൈസ് അല്ല ഈ സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ എല്ലാവരുടെയും വിചാരം, ഇപ്പൊ നിങ്ങളൊക്കെ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പറയാം, ഏതെങ്കിലും തരത്തില് എന്താ പറയാ നമ്മളെ ഫിസിക്കൽ കോണ്ടാക്റ്റോ ഫിസിക്കൽ അസാൾട്ടോ മറ്റ് എന്താ പറയാ ഇന്റർകോഴ്സിന് നമ്മളെ നിർബന്ധിക്കുകയോ അങ്ങനെയൊക്കെ ഉള്ളതാണ് സെക്ഷൽ ഹരാസ്മെന്റ്. അത് മാത്രമല്ല, സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആസ്കിംഗ് ഫോർ സെക്സ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ബെനിഫിറ്റിന് വേണ്ടി, ഒരാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. മാത്രമല്ല ഡീഗ്രേഡിങ് വേർഡ്സ്,
ആൻഡ് കമന്റ്സ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുക, ഇൽ കമന്റ്സ്, നമ്മൾ ഉദ്ദേശിക്കാത്ത കമന്റ്, അത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ പലതരത്തിൽ കമന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഒരു കാലം ഇപ്പൊ നിങ്ങളൊക്കെ ഉന്നതരായ വിദ്യാഭ്യാസം ഉള്ളവരാണ്. നമ്മൾ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോഴും ചിലരൊക്കെ കമന്റ് ചെയ്തിട്ട് പോകും, ചിലതൊക്കെ നമ്മൾ കേട്ടില്ലെന്ന് നടിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതും സെക്ഷൽ ഹറാസ്മെന്റിന്റെ പെർവിയിൽ വരും. പിന്നെ ഡീഗ്രേഡിങ് പിക്ചേഴ്സ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു വനിതാ ഡോക്ടർ അല്ലെങ്കിൽ ഒരു വനിതയെ ഒരു തെറ്റായ ഒരു പിക്ചർ കൊണ്ട് റെപ്രസെന്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്നു, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അത് എക്സിബിറ്റ് ചെയ്യിക്കുന്നു, അതും അതിന്റെ പരിധിയിൽ വരുന്നതാണ്. പിന്നെ പറയുന്നത് റിപ്പീറ്റഡ്ലി ആസ്കിങ് ഫോർ ഡേറ്റ്സ്, അതും ആ സെക്ഷൽ ഹറാസ്മെന്റിന്റെ പരിധിയിൽ വരും. പിന്നെ ഇതിനെല്ലാം പുറമെ മേക്കിംഗ് സെക്ഷൽ ജോക്സ്, ചിലർ സെക്ഷൽ ജോക്സ് പറയും, അതും ഈ സെക്ഷൽ ഹറാസ്മെന്റിന്റെ പെർവിയിൽ വരുന്നതാണ്. ഇപ്പം ഇതെല്ലാം പറഞ്ഞു തന്നു കഴിയുമ്പോൾ പുരുഷന്മാർ എന്നെ എടുത്തിട്ട് അടിക്കും. കാരണം എന്താ പറയുക, ഞാൻ കോടതി ജോലി ചെയ്തിട്ടുള്ളപ്പോൾ പലരും പറയും, ഇവിടെ പുരുഷ പീഡനത്തിന് കേസ് ഉണ്ടോ എന്നും ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ദൂരദർശനിലെ ലൈവ് പ്രോഗ്രാം ചെയ്തപ്പോഴും ഒരുപാട് പേര് ചോദിച്ചിരുന്നു. എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ലൈവിൽ ചോദിച്ചിരുന്ന, പുരുഷ പീഡനത്തിന് നിയമം ഇന്ത്യയിലുണ്ടോ എന്ന്. അതിന് നിയമമുണ്ട്. നമ്മുടെ പീനൽ കോഡ്, ഇപ്പൊ പീനൽ കോഡ് മാറിയിട്ടുണ്ട്, ഭാരതീയ ന്യായ സംഹിത ആയിട്ടുണ്ട്, അതിനും പ്രത്യേകിച്ച് നിയമമുണ്ട്. പിന്നെ ഇതിനെല്ലാം പുറമെ ഈ ചില നമ്മൾ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തില് സെക്ഷൽ മെസ്സേജസ് അയക്കുക, അല്ലെങ്കിൽ ചില ഫോട്ടോസ് അയച്ചു കൊടുക്കുക, വീഡിയോസ് അയച്ചു കൊടുക്കുക, ഒബ്സീനായ വാക്കുകൾ ഉപയോഗിക്കുക, ഇതെല്ലാം അതിന്റെ പെർവിൽ വരും. അപ്പൊ ഇവിടെ ചില ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ നമ്മളെ ഹരാസ് ചെയ്താൽ എന്താണ് അതിന് ഉള്ള പ്രതിവിധി എന്താണ്? അതിന് ഒരു പ്രത്യേക ഒരു ആക്ട് വന്നിട്ടുണ്ട്. ആ ആക്ട് ആണ് പോഷ്. കേട്ടിട്ടുണ്ടാവും എല്ലാവരും. പോഷ് നമ്മള് ഏതൊരു ഓഫീസിലും 10ഓ അതിലധികമോ ജോലിക്കാര് ജോലി ചെയ്യുന്ന ഒരു ഓഫീസില് ഒരു ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി ഉണ്ടാക്കണം. നിങ്ങളുടെ ആശുപത്രിയിൽ ഏതെങ്കിലും ആശുപത്രിയിൽ 10 പേര് ജോലി ചെയ്യുന്ന കൂടുതലുള്ളിടത്ത് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി ഉണ്ടാക്കും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറയുന്നത്, നമ്മുടെ സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, അവർ ഓപ്പൺ അപ്പ് ആവില്ല. സത്യസന്ധമായ കാര്യങ്ങൾ എത്തിക്കേണ്ട ആരുടെ അടുത്താണോ എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ആരാണോ അതിൽ നടപടി എടുക്കേണ്ടവര്, അവരുടെ അടുത്ത് വിശദമായിട്ടും റിട്ടേൺ ആയിട്ടും അത് എത്തിക്കണം. ഈ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിന് ചില സുപ്രീം കോടതി ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അത് പ്രവർത്തിക്കേണ്ടത്. മാത്രമല്ല, ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ആ കമ്മിറ്റിക്ക് ഇവരെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനും അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ഉണ്ടാക്കി മേലധികാരിക്ക് കൊടുത്ത് നടപടി എടുക്കുന്നതിനുള്ള ആ ഒരു അധികാരം കൂടി ആ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റിക്കുണ്ട്. എനിക്ക് പല ഇന്റേണൽ കംപ്ലൈന്റ്സ്, ഈവൻ ചില പുറത്ത് പറയാൻ പറ്റത്തില്ല, ചില മെഡിക്കൽ കോളേജസിൽ തന്നെ ചില ഡോക്ടേഴ്സ് സമീപിച്ചിട്ടുണ്ട്. ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റിയിൽ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് വേണം. നമുക്ക് ആ അവയർനെസ് എന്ന് ഉദ്ദേശിക്കുന്നത്, അപ്പൊ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റിയിൽ കൃത്യമായിട്ട് പരാതി കൊടുക്കണം. അപ്പൊ എന്ത് സംഭവമാണ് നടന്നത്, അല്ലെങ്കിൽ നമുക്കുണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ ആ കംപ്ലൈന്റ്സ് കമ്മിറ്റിയിൽ നമ്മൾ അവിടെ നമ്മൾ ബോധ്യപ്പെടുത്തും. അതില് അഡ്വക്കേറ്റ് ഉണ്ടാകും, പുറത്തുള്ളവരുണ്ടാകും, നമ്മുടെ സമൂഹത്തിലെ നല്ല എന്താ പറയുക എമിനന്റ് പേഴ്സണാലിറ്റീസ് ഉണ്ടാകും. അത് കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷനും അതിന്റെ ക്രൈറ്റീരിയ അല്ല സുപ്രീം കോടതി ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട്. ആ നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കും അത് പോകുന്നത്. അത് അവിടുത്തെ ഒരു സീനിയറായ ഒരു വനിതാ ഉദ്യോഗസ്ഥ ആയിരിക്കണം അതിന്റെ ചെയർമാൻ. അപ്പൊ അവിടെയാണ് വേണമെങ്കിൽ ഇങ്ങനെ ഈ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റിക്ക് പൂർണ്ണമായിട്ടും അതില് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഫർദർ നടപടി വേണമെങ്കിൽ പോലീസിന് റെഫർ ചെയ്യാം. അതിനും അധികാരപ്പെടുത്തിയിട്ടുണ്ട് അവിടെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്കറിയാം ഈ ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾസ് നമ്മൾക്കെല്ലാം ബാധകമാണ്. ഈ ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് 93F, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. 93F അതിലാണ് പറയുന്നത്,
prohibition of sexual harassment of working women. No government servant shall indulge in any act of sexual harassment of any woman at workplace. അതിനെ തുടർന്ന് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾസിലും അത് വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ മാത്രമല്ല, സ്ത്രീകൾക്ക് അവരുടെ അതിക്രമങ്ങൾക്കെതിരെ വിവിധ നിയമങ്ങളുണ്ട്. വിവിധ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡിലെ തന്നെ വിവിധ വകുപ്പുകൾ പറയുന്നു. ഞാൻ ഭാരതീയ ന്യായ സംഹിതയിലേക്ക് കടക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് പുതിയതാണ്, അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് പുതിയ എന്താ പറയുക, അതുമായിട്ട് ബന്ധപ്പെട്ട ട്രയലുകൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡാണ് മജോറിറ്റി കേസസിലും റെഫർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ 95% കേസായി ഇന്ത്യൻ പീനൽ കോഡ് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് 354 IPC. ഈ 354 IPC എന്ന് പറയുന്നത് ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് എ ലേഡി. ഏതെങ്കിലും ഒരു വനിതയെ, സ്ത്രീയെ ഏതെങ്കിലും തരത്തില് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ്, ആ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് അപ്പം കുട്ടികളെ അപമാനിച്ചാൽ വേറെ കേസുണ്ട്, അത് പോക്സോ കേസാണ്. അത് അത് കുറച്ചുകൂടി റിജിഡ് ആയ പ്രൊവിഷൻസ് ആണ്. ഇപ്പൊ 354 എന്ന് പറഞ്ഞാൽ അതിന് ABC പ്രൊവിഷൻസ് പറയുന്നുണ്ട്. ആ ABC പ്രൊവിഷൻസിൽ നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടില് ഈ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പൊ ബസ്സിൽ കയറുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് എന്താ പറയുക, നമ്മുടെ അൺയൂഷ്വൽ എലമെന്റ്സ് ഉണ്ട്. അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പൊ അവിടെയാണ് ഈ ഇതുപോലുള്ള നമ്മുടെ നിയമത്തിന്റെ ഒരു പിൻബലം നമുക്ക് കിട്ടണം. അപ്പൊ അതിന് നിങ്ങൾ പ്രതികരിക്കണം. അപ്പൊ സ്ത്രീകള് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഹരാസ്മെന്റ് ഉണ്ടായാൽ അതിന് മിണ്ടാതിരിക്കരുത്, അത് സപ്രസ് ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് ആ നിയമത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പല കംപ്ലൈന്റ്സും വരുന്നുണ്ട്. ഉണ്ടാവാം. അങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു നിയമം കൂടെ ഞാൻ പറഞ്ഞു തരാം. 498A IPC ഉണ്ട്. 498A 498A, അതായത് സ്ത്രീധന പീഡനം. വിവാഹം കഴിച്ചു കഴിഞ്ഞാല് വിവാഹം കഴിച്ച സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഉടനെ അവര് 498A ഇൻവോക്ക് ചെയ്യും. എന്നെ സ്ത്രീധനത്തിന് വേണ്ടിയാ പീഡിപ്പിച്ചതെന്ന് പറയും. അപ്പൊ അവിടെ മിസ്യൂസ് എന്ന് പറയാറുണ്ട്. അപ്പൊ 354 സെക്ഷൻ ഞാൻ പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്, നമ്മൾ ഈ സ്ത്രീകൾക്കെതിരെ ഇപ്പൊ പലതരത്തിലുള്ള ആക്രമണമുണ്ട്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് നവേഡേസ് ഇപ്പൊ ഈ പ്രേമ നൈരാശ്യം കൊണ്ട് പലരും പല ഉപദ്രവങ്ങളും സ്ത്രീകൾക്ക് ചെയ്യുന്നു. അത് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഞാൻ ഉദ്യോഗസ്ഥരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തല്ല ഞാൻ ഈ പറയുന്നത്, പൊതുവെ സ്ത്രീകളെ മുഴുവൻ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ പറയുന്നത് 326A and B വകുപ്പുണ്ട്. 326 എന്ന് പറഞ്ഞാൽ ഗ്രീവിയസ് ഹേർട്ടാണ്. ഒരാൾക്ക് വളരെ എന്താ പറയുക, മാരകമായ മുറിവേൽപ്പിക്കുക, ഡേഞ്ചറസ് വെപ്പൺ കൊണ്ട്. അത് നമ്മുടെ ഹാർഡ് ഒബ്ജക്ട്സ് ആകാം, കത്തിയാകാം, അതുപോലുള്ള ഏതെങ്കിലും വെപ്പൺ കൊണ്ട് ഉപദ്രവിക്കാം. പക്ഷെ ഇതല്ലാത്തൊരു കാര്യമുണ്ട്, ഇപ്പോഴും ആസിഡ് എറിഞ്ഞ് ആസിഡ് ഒഴിച്ച് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പലരെയും ഉപദ്രവിക്കുന്നു. അതിനുവേണ്ടിയാണ് പിന്നെ അമെൻമെന്റ്സ് വന്നത്, A, B എന്നൊക്കെയുള്ള അമെൻമെന്റ്സ് വന്നത്. പിന്നെ ആസിഡ് എടുത്തെറിയുക, ആസിഡ് ബൾബ് പോലുള്ള അല്ലെങ്കിൽ പൊട്ടുന്ന ഏതെങ്കിലും ഒരു വെസലില് ഈ ആസിഡ് കരുതിയിട്ട് അത് എറിഞ്ഞ് അവരെ വികൃതമാക്കുക. ഇത്തരത്തിലൊക്കെ നമ്മുടെ ഇവിടെ കേരളത്തിലും ഉണ്ട്, മറ്റ് അന്യ സംസ്ഥാനത്തൊക്കെ ഇതിച്ചിരി വളരെ കൂടുതലാണ്. അപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള ഹരാസ്മെന്റ് വളരെ കൂടുതലാണ്. ഇപ്പൊ മാഡം ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ ഉദ്ഘാടനം ചെയ്ത മാഡം ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം മാഡം വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തു. മാഡം പറഞ്ഞത് ഈക്വൽ റെമ്യൂണറേഷൻ. സ്ത്രീക്കും പുരുഷനും ഒരേ റെമ്യൂണറേഷൻ ആണോ കിട്ടുന്നത്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പൊ സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്കും സ്ത്രീയും പുരുഷനും ഒരേ ജോലിയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്കറിയാം, അപ്പൊ അവിടെ അപ്പം ഒരു മെയിൽ ഡോമിനേഷൻ വരുന്നുണ്ട്. അതിനെ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയാണ് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് വന്നത്. പിന്നെ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാൻ, നിങ്ങൾക്കറിയാം, ഈ നമ്മുടെ ഈ ഗർഭസ്ഥ ശിശുക്കളെ നശിപ്പിക്കുന്ന ഒരു ഇതുണ്ട്, പ്രീനാറ്റൽ. അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ ഒഴിച്ച് മറ്റ് ചില സംസ്ഥാനത്തൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനെ ബേസ് ചെയ്താണ് ഭ്രൂണഹത്യ, അതും നിരോധിച്ചിരിക്കുകയാണ്.
ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈക്വൽ റെമ്യൂണറേഷൻ എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്, അതെന്താണ് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്, എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത് എന്നുള്ളതിന് ചില കാര്യങ്ങളൂടെ പറയണം. അതായത് സ്ത്രീക്ക് ആരോഗ്യപരമായും അതുപോലെ തന്നെ സമൂഹത്തിന് നിലയും വിലയും കിട്ടത്തക്കവണ്ണം അവരെ ആ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ മെഡിക്കൽ രംഗത്തെ കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞ് അവിടെ എംഫസിസ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകൾക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞെങ്കിൽ അതിനുള്ള ആക്ട് അതൊരു ചെറിയ നിയമമാണ് 2012 വന്നത്. നമ്മൾക്ക് ഏതെങ്കിലും, അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും, ഞാൻ പറഞ്ഞു ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെങ്കിൽ ഈ എന്താ പറയുക, നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവർ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, നമ്മുടെ PG സ്റ്റുഡൻസ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട്, നേഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ട്, ഇതിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടവരെല്ലാം. അത് രണ്ട് തരത്തിലാണ്. ഇതിന്റെ ഒഫൻസ് ശരിക്കും പറഞ്ഞാൽ ട്രയബിൾ എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇതിന്റെ ട്രയബിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനാണ് അതിന്റെ ജൂറിസ്ഡിക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതില് 7 വർഷം വരെ ഏറ്റവും കൂടിയ ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷം വരെ ഇംപ്രസൺമെന്റ് കൊടുക്കാം. ഒപ്പം 5 ലക്ഷം രൂപയും അവർക്ക് ഗ്രീവിയസ് ആയിട്ട് ഏതെങ്കിലും തരത്തില് ഇപ്പം ബുദ്ധിമുട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് കൈ ഒടിഞ്ഞു പോകുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ. ഇപ്പം എനിക്ക് അറിയാവുന്ന ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്ന ഒരു കേസ് എനിക്കറിയാം. ഒരാള് കരണത്തടിച്ച് ടിംബാനിക് മെമ്പറൈൻ പൊട്ടിപ്പോയി. അപ്പൊ അതിന് വേറെ ഇന്ത്യൻ പീനൽ കോഡിൽ വേറെ അത് 326 എന്നൊരു ഒഫൻസ് നിൽക്കും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം നമ്മളെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം ഉണ്ടായതെന്ന് തന്നെ നോക്കിയാൽ ആശുപത്രിയിലെ ആശുപത്രി ജീവനക്കാർക്ക് സംരക്ഷണം കൊടുക്കണം, അവർക്ക് സത്യസന്ധമായിട്ട് ജോലി ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ നാട് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടർ, ജൂനിയർ ഡോക്ടർക്ക്, ഐ തിങ്ക് ഹർ നെയിം ഈസ് വന്ദന. അപ്പൊ ആ കുഞ്ഞിനുണ്ടായ ഒരു ദുരനുഭവം, ഒരു പ്രതിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെ മദ്യപിച്ച് മതോന്മത്തനായിട്ട് വന്ന പോലീസ് കൊണ്ടുവന്ന പ്രതി, വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്ന പ്രതി കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഇതുപോലുള്ള നിയമങ്ങൾ അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിൽ ഹരാസ്മെന്റ് ഉണ്ടായാൽ, ആ ഹരാസ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനെ തന്നെ വളരെ ഞാൻ കുറച്ച് ബ്രീഫായിട്ടാണ് പറഞ്ഞത്. എന്നാൽ പോലും ഇപ്പൊ വേറൊരു കാര്യമുണ്ട്, തുറച്ചു നോക്കിയാൽ പോലും അതും കുറ്റകരമാണെന്നാണ് പറയുന്നത്. റോങ് ടച്ച്, നമുക്കറിയാം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഗ്യാതറിങ്ങിനിടയിൽ ഒരുപാട് റോങ് ടച്ചസ്, അപ്പൊ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ, ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഷോപ്പിംഗ് മാള് അതുപോലുള്ളിടത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. പക്ഷെ ഇതെല്ലാം കേസാക്കാമോ, അല്ലെങ്കിൽ കേസായാൽ സ്ഥിതി എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് ഉത്തരം പറയാനില്ല. പക്ഷെ വെന്നവർ നിങ്ങൾക്ക് അങ്ങനെ ഒരു തരത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടായാൽ ഉടൻ തന്നെ അതിനെ പ്രതികരിക്കണം. അതനുസരിച്ച് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട അഡ്വൈസസ് വാങ്ങി അത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെല്ലാം പുറമെ ഞാൻ പറഞ്ഞു, സർക്കാർ ഓഫീസിലെ സർക്കാർ ജീവനക്കാർ തങ്ങളിൽ തന്നെ നമുക്കറിയാം. മോഹൻലാലിന്റെ ഒരു സിനിമയിൽ പറയുന്ന ചില സർക്കാർ ഓഫീസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്നുമുണ്ട്, നമുക്കെല്ലാം അറിയാവുന്ന കാര്യം. പക്ഷെ ഇതൊന്നും നമ്മൾ വിചാരിച്ചാൽ പൂർണ്ണമായിട്ട് നമുക്ക് അബ്രോഗേറ്റ് ചെയ്യാനും പ്രയാസമാണ്. പക്ഷേ അല്ലാത്ത ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളെല്ലാവരും ഞാനും ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്ത റിട്ടയർ ആണ്, എന്നാൽ പോലും ഞാൻ പറയുകയാണ്, ഈ ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾസിൽ ആ പ്രൊവിഷൻ വളരെ റിജിഡാണ്. ആ പ്രൊവിഷൻ പ്രകാരം അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണമെങ്കിൽ ചെയ്യാം. അത്രയും റിജിഡായ പ്രൊവിഷൻസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ പുറത്തു നിന്ന് ഞാൻ പറഞ്ഞു മറ്റ് ഹരാസ്മെന്റ്സിന് പിന്നെ മറ്റ് സെക്ഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ 354 ആണ് കൂടുതലും നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു സ്ഥിതി വരുമ്പോഴാണ് ഈ 354 ആൻഡ് അലൈഡ് സെക്ഷൻസ് കൂടുതലും ഇൻവോക്ക് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ മറ്റു പല സെക്ഷൻസ് ഉണ്ട്. 376 376 IPC നമ്മൾക്കറിയാം. നമ്മളെല്ലാവരും
വളരെ എന്താ പറയുക വേദനയോടെ ശ്രവിച്ചൊരു കേസാണ് നിർഭയ കേസ്. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ. ഇപ്പൊ നിങ്ങള് ഒരു 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 ഇതിലൊരു വിക്ടിം ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങളുടെ പേരോ ഐഡന്റിറ്റിയോ റിവീൽ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരാൾക്കെതിരെ കേസ് കൊടുത്തു, ഈ സെക്ഷൽ ഹറാസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ സെക്ഷൽ ഹറാസ്മെന്റ് ഇര എന്ന് മാത്രമേ പറയാറുള്ളൂ. ഈവൻ അങ്ങനെ ചാനലില് അങ്ങനെ കൊടുത്തതിന് വേണ്ടിയിട്ടാണ് ഏതോ ഒരു സിനിമാ നടിയെ ഒരാൾ ഉപദ്രവിച്ച ആ നടിയുടെ പേര് ഏതോ ചാനലിൽ പറഞ്ഞതിന് വേണ്ടി ആ ചാനൽ എത്രയോ ലക്ഷം രൂപ പിഴ കൊടുക്കേണ്ടി വരും. അവിടെ ആ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നു. ഇതിനെല്ലാം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ. നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി കൊടുക്കുന്നതിനും നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം. അത് 164 സ്റ്റേറ്റ്മെന്റ്. ഇപ്പം പുതിയതിൽ അതല്ല, സാക്ഷ്യം അതിൽ വേറെ സെക്ഷനാണ് പറയുന്നത്. പഴയ സെക്ഷൻ 164 നമ്മൾ പറയും രഹസ്യമൊഴി എന്ന് പറയും, ഇൻ ക്യാമറ റിപ്പോർട്ട് എന്നും പറയും. നിങ്ങൾക്ക് പറയാനുള്ളത് അടച്ചിട്ട മുറിയിൽ ആ ജുഡീഷ്യൽ ഓഫീസറുടെ മുന്നിൽ നേരിട്ട് സമർപ്പിക്കാനുള്ളത് ഒരു അവസരം കൊടുക്കും. എന്ന് പറഞ്ഞാല് ബാഹ്യ ഇടപെടല് നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങളെ പിന്തിരിപ്പിക്കാനോ പറ്റില്ല. അപ്പൊ ഞാൻ ഒരു ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി എനിക്ക് ഇതിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇന്ററാക്റ്റീവ് പീരീഡാണ് ഞാൻ കൂടുതൽ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകർക്കുണ്ടായ ബുദ്ധിമുട്ട് അതെങ്ങനെ പരിഹരിക്കണം, അതെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെ അതിന് പ്രൊസീഡ് ചെയ്യണം, അതിലെ കൾപ്രിറ്റ്സ് അല്ലെങ്കിൽ അതിലെ ഉത്തരവാദികളെ എങ്ങനെ സമൂഹത്തില് അവർക്ക് ഒരു ശിക്ഷ വാങ്ങിക്കൊടുത്ത് ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയും. ഇതാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയുള്ള സംശയങ്ങള്, ആ സംശയങ്ങള് കൂടുതലായിട്ട് ഒന്ന് ചോദിക്കണം, ഡിസ്കസ് ചെയ്യണം എന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം പത്രത്തിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ വിവിധ മാസികകളിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവിധ പുസ്തകങ്ങളിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ അറിവുള്ളവരാണ്. പക്ഷെ ഇതിന്റെ എക്സെപ്ഷൻസ് നിങ്ങൾക്ക് അറിയില്ല. അത് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമ്മളെ എക്സ്പെർട്ടൈസ്ഡ് ആയ ആൾക്കാർക്ക് മാത്രമാണ് കൂടുതലും അതുമായിട്ട് ബന്ധമുള്ളത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഓഫീസിൽ എന്ത് ചെയ്യാൻ കഴിയും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കാമെങ്കിൽ അതിനുള്ള വ്യക്തമായ മറുപടി ഞാൻ നൽകുന്നതാണ്. മനോ ഡോക്ടർ ഞാൻ അഭിപ്രായം കൂടെ ചോദിക്കുകയാണ്. അതിനൊരു അവസരം ഒരു ക്വസ്റ്റ്യനെയർ പോലെ അവർക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സാറ് പറഞ്ഞു പല കാര്യങ്ങളും സാറ് വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ സംശയങ്ങളുടെ തീർച്ചയായും ചോദിക്കാം. കാരണം നമ്മൾ നിയമത്തിന്റെ വിഷയത്തിൽ വളരെ മിനിമത്തിൽ താഴെ അറിയാവുന്നവരാണ്. സാറ് തന്നെ അങ്ങേയറ്റമാണ്. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. ഓരോരുത്തരും എന്തെങ്കിലും സംശയങ്ങളുണ്ട് തീർച്ചയായും ചോദിക്കണം. സാറേ 2012 നിയമത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അത് അതിന്റെ ഒരു ക്ലോസ് ഒക്കെ ഒന്ന് പറഞ്ഞേക്കുള്ളൂ സാറേ. 2012 ഒരു നിയമത്തെ കുറിച്ച് സാർ പറഞ്ഞിരുന്നല്ലോ. അതെ, അതാണല്ലോ ഇവിടെ കൂടുതൽ നമ്മുടെ ഈ പറഞ്ഞ വനിതാ ആരോഗ്യ പ്രവർത്തകരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. കേരള ഹെൽത്ത് കെയർ സർവീസ് പേഴ്സൺസ് ആൻഡ് ഹെൽത്ത് കെയർ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. അതാണ്. അതിനൊരു ചട്ടവും കൂടെ അതും വന്നിട്ടുണ്ട്. അത് ആ ചട്ടം എന്ന് പറയുന്നത് 2016 അതിന്റെ റൂൾസ് വന്നിരിക്കുന്നത്. ആ റൂൾസ് ഉണ്ടാക്കുന്നതിന് നമ്മുടെ സർക്കാർ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കേരള ആരോഗ്യ രക്ഷാ സേവന പ്രവർത്തകരും ആരോഗ്യ രക്ഷാ സേവന സ്ഥാപനങ്ങളും അക്രമവും സ്വത്തിനുള്ള നാശം തടയൽ ചട്ടങ്ങൾ, അത് 2016 എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഹൗ ടു പ്രൊസീഡ് എന്നുള്ളതാണ് അതിനകത്ത്, പ്രൊസീജിയർ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു പരാതി കൊടുക്കുക. പരാതി കൊടുക്കുമ്പോൾ അത് കോടതി ഏതാണെന്ന് പറഞ്ഞു, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ്. അതിനൊരു സമയപരിധി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്ത് അതൊരു ശരിക്കും പറഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ തന്നെ അത് ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർബന്ധപൂർവ്വം പറയുന്നു. അപ്പൊ അത് വളരെ അനുകൂലകരമായ ചട്ടങ്ങളാണ് അതിൽ അവര് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം അത്രത്തോളം വളരെ ഈ ഏതെങ്കിലും തരത്തില് അതിലൊരു ഒരു വീഴ്ച ഉണ്ടായാൽ വീഴ്ച ഉണ്ടാക്കുന്ന ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുന്നതിനും ഉള്ള പ്രൊവിഷൻസ് അതിൽ പറയുന്നു. വളരെ നല്ല ഭംഗിയായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ചട്ടമാണ് അതിൽ ഞാൻ കണ്ടത് 2012. അപ്പൊ എന്റെ കയ്യിലുണ്ട്. ഞാൻ കാണണമെങ്കിൽ ഞാൻ ഉയർത്തി കാണിക്കാം, എല്ലാവർക്കും കാണിക്കാം.
ഒന്ന് ഇതാണ് കാണിക്കും അച്ഛൻ. സാറേ. അതിന്റെ കവറൊന്ന് ബൈൻഡ് ചെയ്യണമെങ്കിൽ കാണാമല്ലോ പുസ്തകത്തിന്റെ എല്ലാവർക്കും അല്ലേ? അതിന്റെ ബൈൻഡ് കാണിക്കും സാറേ, പുസ്തകത്തിന്റെ ഫ്രണ്ട്. പുസ്തകത്തിന്റെ മൈൻഡ്. അതെ അതെ. ഓക്കെ 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 ശരി. കേരള പോലീസ് ആക്ട്. പിന്നെ ഞാൻ മറ്റു പുസ്തകങ്ങളൊന്ന് കാണിക്കാം. ഇതെന്ന് പറയുന്നത് ഇത് പ്രധാനപ്പെട്ട വിമൻ ആൻഡ് ക്രിമിനൽ ലോ എന്ന് പറയുന്നത് ഇത് എന്തൊക്കെയാണ് ഇത് ഒരു ലോ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു നിയമം ഉണ്ടാവണമെങ്കിൽ അതിനൊരു സോഴ്സ് വേണം. ഇത് 1979 നടന്ന ഒരു കൺവെൻഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വയലൻസ് അഗൈൻസ്റ്റ് വിമന് വേണ്ടി നിയമങ്ങൾ ലോകത്തുള്ള എല്ലാ രാജ്യത്തിനും UN അസംബ്ലിയിൽ പാസ്സാക്കുകയുണ്ടായി 1979. ആ ഡിക്ലറേഷൻ പ്രകാരമാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. അത്രയൊന്നും നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ഈ പറഞ്ഞ സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്. ഈ സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാനിലെ ഒരു തുണിമില്ലിൽ ഉണ്ടായ ഒരു ഹരാസ്മെന്റിനെ ബേസ് ചെയ്താണ് ഈ നിയമം ഉണ്ടായിരിക്കുന്നത്. പോസ്റ്റ് എന്ന് പറയുന്ന നിയമം ഉണ്ടായിരിക്കുന്നത്. അത് വളരെ വളരെ ഭംഗിയായിട്ട് തന്നെ അത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത്, അവരുടെ പ്രവർത്തിക്കുന്ന മേഖലയിലും പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലും അവർക്ക് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ, മാക്സിമം പ്രൊട്ടക്ഷൻ കൊടുക്കത്തക്കവണ്ണമാണ് ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നത്, ഇതിൽ നിങ്ങൾക്കറിയാം വിമൻസ് കമ്മീഷനിൽ നമുക്കറിയാം, വിമൻസ് കമ്മീഷനിൽ നമുക്ക് സമീപിക്കാം. വിമൻസ് കമ്മീഷനിൽ അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉണ്ട്. വിമൻസ് കമ്മീഷന് വേണമെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കുകയാണെങ്കിൽ പ്രോപ്പർ എൻക്വയറി, അല്ലെങ്കിൽ അവിടെ തന്നെ IG ആണ് അതിന്റെ ഹയർ അതോറിറ്റി, ടോപ്പ് പോലീസ് ഒഫീഷ്യൽ എന്ന് പറയുന്നത്, അന്വേഷണം നടത്തി അവർക്ക് ഗവൺമെന്റിന്റെ റെക്കമെൻഡേഷൻ കൊടുക്കാം. അതല്ലാതെ തന്നെ കേസ് എടുക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കുന്നതിനുള്ള അധികാരം വിമൻസ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനും വേണമെങ്കിൽ ഞാൻ പറഞ്ഞു ഗവൺമെന്റ് സർവൻസ് കോണ്ടക്ട് റൂൾസ് പ്രകാരം, അതായത് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റ ചട്ടങ്ങൾ, ആ ചട്ടങ്ങൾ പ്രകാരം അതിൽ റിലവന്റ് പ്രൊവിഷൻ പ്രകാരം അവർക്കെതിരെ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡൊമസ്റ്റിക് എൻക്വയറി നടത്തി ആ എൻക്വയറിയിൽ ശിക്ഷ കൊടുത്ത് സർവീസിൽ നിന്ന് പുറത്താക്കുന്നതിന് വരെ ഉള്ള പ്രൊവിഷൻസ് അതിലുണ്ട്. അതില് ഞാനൊക്കെ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് 1-2 പേരെയൊക്കെ സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിത് പറയുമ്പോഴേ വേറൊരു കാര്യമുണ്ട്. ചിലർ ഈ പലരും പറയും ഞങ്ങളൊന്നും ചെയ്ത് ഈ സെക്ഷൽ ഐഡന്റിറ്റി കാണിക്കും, അതും കുറ്റകരമാണെന്ന് പറയുന്നുണ്ട്. സെക്ഷൽ ഐഡന്റിറ്റി, അപ്പൊ അത് കുറ്റകരമാണ്. സെക്ഷൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഞാനത് എങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നുള്ളത്, ചിലര് ചില പ്രദർശനങ്ങൾ നടത്തും, അത് നമ്മൾ കണ്ടിട്ടില്ലേ, ചില ഈ ഹോസ്റ്റലിന്റെ മുമ്പിൽ പോയിരുന്ന ചിലർ, അതൊക്കെ ഈ നിയമപ്രകാരം കുറ്റകരമാണ്. IPC-ലും 11 പ്രൊവിഷൻസ്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾക്കറിയാം ഷോപ്പിംഗ് മാള് അതുപോലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഈ ചിലർക്ക് യൂണിഫോം ഒക്കെ മാറുകയും യൂണിഫോം വസ്ത്രം മാറ്റുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഒളിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലേക്ക് മറ്റ് അവരെ എന്താ പറയുക, അവരറിയാതെ തന്നെ അവരുടെ ചിത്രങ്ങൾ പകർത്തിയെടുക്കുക, അതുമെല്ലാം ഹരാസ്മെന്റിന്റെ പരിധിയിൽ വരും. അതിനൊക്കെ കഠിന ശിക്ഷയ്ക്കുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്ന നിലയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണം, തീർച്ചയായിട്ടും ചോദിക്കാം. ഷൈല ഡോക്ടർ ഗവൺമെന്റ് സർവീസിൽ ദീർഘകാലം ജോലി ചെയ്ത വ്യക്തിയാണ്. ഡോക്ടർ എന്ന് പറയുന്നു. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യണേ. ഡോക്ടർ മ്യൂട്ട് ആണേ. ഡോക്ടർ മ്യൂട്ട് ആണ്. അപ്പോൾ അതിന് ഒരു കാര്യം കൂടെ, ഡോക്ടറാണ് കല്ലുവാതിലായിരുന്നത് ഡിസ്പെൻസറി കുറച്ചാണ്. അപ്പൊ അടുത്ത കാലത്തായിട്ട് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഇവിടെ വന്നിട്ട്, അപ്പൊ അദ്ദേഹം ഈ കല്ലുവാക്കൽ ഡിസ്പെൻസറി പോയി. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചാല് ഏതാണ്ട് കിംസ് ആശുപത്രിയുടെ അതേ നിലവാരം ആ സ്ഥാപനത്തിനുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ഇപ്പൊ കഴിഞ്ഞ ദിവസം ISO 9000 സർട്ടിഫിക്കേഷനും ഒരു NABH അക്രഡിറ്റേഷനും നമുക്ക് ഒരു സെഷൻ വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നാൽ ആ ഒരു പങ്കാളിയും ഷൈല ഡോക്ടർ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടറെ തുടരൂ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ. താങ്ക് യു മനോജ് ഡോക്ടറെ. അപ്പൊ ഒരു അവസരം ഒരു വനിതാ ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചും പൊതുവെ വനിതകൾ നേരിടാൻ വനിതകൾക്ക് സംഭവിക്കാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം സാറ് വളരെ വിശദമായി തന്നെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസിലൊക്കെ സാറ് പറഞ്ഞ കണക്ക് ഒരു ഇന്റേണൽ ടീമുണ്ട്. ഒരു നമുക്ക് കംപ്ലൈന്റ്സ് കമ്മിറ്റി, അത് തന്നെ ഇന്റേണൽ
കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ട്, ആശുപത്രി സൂപ്രണ്ട്, പിന്നെ DMOയും ഒക്കെയാണ് അതിന്റെ അതെ, അപ്പലേറ്റ് അതായത് 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ കർശനമായിട്ട് ഉണ്ടാക്കണമെന്ന് നിയമം. ഉണ്ട്. സാറ് ചോദിച്ചു നിങ്ങളെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നോ എന്ന് സാർ ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയും അതൊക്കെ അതിന് അനുസരിച്ചുള്ള ആക്ഷനൊക്കെ ജില്ലാതലത്തിലൊക്കെ എടുത്തിട്ടുമുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും വളരെ നല്ലൊരു അറിവാണ് സാറ് പങ്കുവച്ചത്. നമുക്കൊക്കെ ഈ ഉത്സവം കാണാൻ പോണ സ്ഥലങ്ങളിലും സാറ് പറഞ്ഞ പോലെ തന്നെ ഉത്സവം കാണാൻ പോണ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ സാറ് പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ തൊഴിൽ സ്ഥലത്ത് നമ്മൾ കുറച്ച് ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ ഉണ്ടായി കാണും. പക്ഷെ ആ നമ്പർ കുറവാണല്ലോ. അതുകൊണ്ട് അതിനുള്ള ഒരു സാധ്യതയൊക്കെ വളരെ കുറവാണ്. കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും ഇതിനുള്ള ഒരു ചാൻസ് കൂടുതൽ. അപ്പോ അങ്ങനെ അതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ തോന്നിയിട്ടുള്ളത്. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയും അല്ലെങ്കിൽ ഉത്സവ സ്ഥലങ്ങളിൽ പോവുകയും അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമാ തിയേറ്ററിലോ അങ്ങനെയൊക്കെ ഗ്യാതറിംഗ് ഉള്ള സ്ഥലത്താണ് നമുക്ക് കൂടുതൽ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ തൊഴിൽ സ്ഥലത്ത് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് സർവീസ് അവർ സുപ്പീരിയർ അതോറിറ്റി ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് താഴോട്ടുള്ളവരൊന്നും വലിയ ശല്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. ഓക്കെ. അപ്പൊ ഇതിനകത്ത് സാർ ചെറിയ സംശയമുള്ളത്, ഈ പറഞ്ഞ ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ തൊഴിലിടങ്ങൾ എന്ന് പറയുമ്പം ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ മാത്രമാണോ, അതോ പൊതുസ്ഥലങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ കണക്ട് ചെയ്യും? എങ്ങനെയാണത്? പൊതുസ്ഥലത്ത് വരുമ്പോഴത് വരില്ല. ആരോഗ്യ പ്രവർത്തകർ വരുന്നത് നമ്മൾ ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ വരിക എന്ന് പറയും. അതെ, ഉത്സവ സ്ഥലങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ആകുമ്പോൾ നമ്മൾ വനിത എന്നുള്ള ഒരു ഇതേ വരും. വനിതകൾക്കുള്ളതാണ്. അപ്പൊ ആരോഗ്യ പ്രവർത്തകർക്ക് ആരോഗ്യ സ്ഥാപനത്തില് വനിതകൾക്ക്, അതാണ് ഞാൻ ആ വനിതകൾക്കും കൂടെ ഞാൻ ക്ലബ്ബ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വനിതാ ആരോഗ്യ പ്രവർത്തകയ്ക്ക് ബസ് സ്റ്റാൻഡിൽ വെച്ചുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്നതെന്ന് പറഞ്ഞാൽ പീനൽ പ്രൊവിഷൻസ് ആണ് കൂടുതൽ ഇൻവോക്ക് ചെയ്യാവുന്നത്. തൊഴിലിടങ്ങളിൽ തൊഴിൽ സമയത്ത് രണ്ട് ഘടകം ബാധകമാണോ അല്ലേ? അതെ, അത് തൊഴിലിടത്തുള്ളത് വേറെ. അക്രമം തടയലും അത് നിയമം അതിൽ പോഷൻ എന്ന് പറഞ്ഞ ആക്ട് ബാധകമാണ്. അവിടെ ICC കംപ്ലൈന്റ് കൊടുക്കാം. അതോടൊപ്പം തന്നെ പോലീസിലും കംപ്ലൈന്റ് കൊടുക്കാം. ഇവിടെ തൊഴിലിടം ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ ഇപ്പം ഔട്ട്റീച്ച് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് പുറത്തൊക്കെ അവർ പോകാറുണ്ടല്ലോ. അപ്പൊ ഡോക്ടർ പറഞ്ഞ ഒരു ചോദ്യം നല്ലൊരു ചോദ്യമാണ്. എന്താണെന്ന് പറഞ്ഞാല് തൊഴിലിടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുറത്തൊരു ക്യാമ്പ് നടക്കുന്നു. അതെ, പുറത്തൊരു ക്യാമ്പ് നടക്കുന്നു. അപ്പൊ അത് ആ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു എന്താ പറയാ ഒരു ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലവും തൊഴിലിടമായിട്ട് കണക്ക് കൂട്ടാം. ഇനി ഒരു സംശയം, ഞാൻ ഒരു സംശയം കൂടെ ചോദിച്ചോളൂ. ഞാനിപ്പോ റിട്ടയർ ചെയ്ത ഒരു ഡോക്ടറാണ്. അപ്പൊ നമ്മള് ഒരു ക്ലിനിക്ക് നടത്തിയാണ്. അവിടെ നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും? തീർച്ചയായിട്ടും അത് ആരോഗ്യ പ്രവർത്തകരുടെ പെർവിൽ വരും. പ്രൈവറ്റ് ആശുപത്രികളെ ക്ലിനിക്കുകള് എല്ലാം അതിന്റെ പെർവിൽ വരും, ഉറപ്പായിട്ടും. അത് അതിൽ പറയുന്നുണ്ട്. അതെ, ഓക്കെ. അപ്പൊ സാറ് ഇതിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഹെൽത്ത് വർക്കർ ആരാണെന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം, ആരൊക്കെ ഇതിനകത്ത് വരും എന്നുള്ളത്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഡോക്ടേഴ്സ്, അതുപോലെ മെഡിക്കൽ സ്റ്റുഡൻസ്, പിന്നെ നേഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റുഡൻസ്, പിന്നെ ഇതിനകത്തുള്ള ആശുപത്രിയിലെ ജീവനക്കാർ, ക്ലറിക്കൽ സ്റ്റാഫും അല്ലേ. അപ്പൊ ആ ആരോഗ്യ സ്ഥാപനത്തിനകത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടത്തുന്ന എല്ലാവരും ഇതിനകത്ത് വരും. അങ്ങനെയാണല്ലോ? തീർച്ചയായിട്ടും. അപ്പൊ അതില് ഞാൻ ഇപ്പൊ ഡോക്ടർ പറഞ്ഞതിനെ ഞാനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പം ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഡോക്ടേഴ്സും അതുപോലെ നേഴ്സിംഗ് സ്റ്റാഫ്സും നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊട്ടാരക്കര ആശുപത്രിയിൽ തന്നെ അപ്പം ആ ഒരു ഡോക്ടർക്ക് കുത്തേറ്റ് മരിച്ചു. നമ്മള് ഒരു കൊച്ചുകുട്ടിയാണ്, അത് പഠിച്ച് അതിന് ഈ പറയുന്നത് പോലെ എന്താ ആ ഒരു ഇളം പ്രായത്തിൽ തന്നെ അതിന് ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 22 വയസ്സ് പറയുമ്പോൾ അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞ് ഞാൻ പറഞ്ഞ ഒരു കാര്യം വീണ്ടും പറയാണ്. ഡോക്ടർമാർക്ക് ദൈവാംശം ഉള്ളവരാണ്. മനുഷ്യജീവനെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ളത് ഒരു വിഭാഗമാണ്. ദൈവം നമ്മുടെ കൺസെപ്റ്റ് അതാണ്. അപ്പൊ ജുഡീഷ്യൽ സർവീസിലെ ജഡ്ജസ് അതുപോലുള്ളവരൊക്കെ ശിക്ഷിക്കാനും അധികാരമുള്ളവരാണ്. അപ്പൊ അവർക്കും ആ ഒരു സ്പെഷ്യൽ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. രക്ഷിക്കാൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അധികാരം കൊടുത്തിരിക്കുമ്പോൾ അവർക്ക് പ്രിവിലേജസ് വേണം, പ്രൊട്ടക്ഷൻ വേണം.
അവർക്ക് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സർക്കാരിനാണ്. അതിന് ബേസ് ചെയ്താണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ നിയമത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതാണ് സാർ ഈ പറഞ്ഞ പോയിന്റ് ആണ്. ഓക്കെ സാറേ, ഡോക്ടർ ജയലളിതയിലേക്ക് പോകാം. ജയലളിത ഡോക്ടറെ. സർ, താങ്ക് യു മനോജ് സർ. എനിക്ക് ചോദിക്കാനുള്ളത് ഡോക്ടറോട്, നമ്മളുടെ ക്ലിനിക്കിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് വരികയാണെങ്കിൽ ആ പേഷ്യൻസിന്റെ ഉദ്ദേശം ചിലപ്പോഴായിരിക്കും മെഡിസിന് വന്നത്, ചിലപ്പോ എക്സിബിഷനിസം ആയിരിക്കാം. അങ്ങനെ അവര് അകത്തേക്ക് വരുന്നു, അത് അറിയില്ലല്ലോ, ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ഡോക്ടേഴ്സ് മുന്നോട്ട് പോവേണ്ടത്? You can lodge a complaint before the police. That goes without saying. ലോക്കൽ പോലീസ് സ്റ്റേഷൻ ആണോ ഡോക്ടർ? തീർച്ചയായിട്ടും ജൂറിസ്ഡിക്ഷനിലെ പോലീസ്. അപ്പൊ അത് ഞാൻ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് പുറത്ത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഓഫീസർ ലേഡിയായിരുന്നു. ഒരു അഡ്വക്കേറ്റ് ഞാൻ പറയുന്നില്ല, ഒരാള് വന്ന് രാവിലെ വന്ന് ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. അയാളെ പുറത്താക്കാൻ ഒക്കത്തുമില്ല. ഈ പുറത്ത് പറയാൻ പറ്റത്തില്ല എന്താണ് സാഹചര്യം എന്ന്. അപ്പം അവർക്ക് സഹിക്കുന്നില്ല. വളരെ യങ്സ്റ്ററായ ഒരു ഓഫീസറാണ്, ഹൈ ഡിഗ്നിറ്ററി ആയ ഒരു ഓഫീസറുമാണ്. അപ്പൊ ഞാൻ ആ ഓഫീസ് ഹെഡായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്, ഞാൻ പ്രായമുള്ള മനുഷ്യനാണ്, എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ സ്ഥാപനത്തിന്റെ സാങ്ക്ടിറ്റിക്ക് ഒരുപാട് സാങ്ക്ടിറ്റി കൽപ്പിക്കുന്ന സ്ഥാപനമാണ്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കേസ് എടുപ്പിക്കട്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കേസ് എടുപ്പിക്കാൻ പ്രൊവിഷൻ ഉണ്ട്, പക്ഷെ ഞാനത് വേറൊരു രീതിയിൽ ഹാൻഡിൽ ചെയ്തു. അതാണ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടവരെ വിളിച്ചു പറഞ്ഞ് വിലക്ക് വെക്കുകയും ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊരു പുറം ലോകം അറിയാതെ അത് അങ്ങനെ ഒരു സ്ഥാപനവും അങ്ങനെ ഒരു സ്ഥലവും അങ്ങോട്ട് ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. പക്ഷെ അല്ലാത്ത സ്ഥലമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ കേസ് എടുപ്പിച്ചേനെ. അങ്ങനെ കേസ് എടുപ്പിച്ച കേസുകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മാം പറഞ്ഞതുപോലെ തന്നെ ഈ വരുന്ന ആളെ എന്ത് ഉദ്ദേശത്തിലാണ് വരുന്നത്? ഇപ്പൊ നമ്മളെ ചെറുപ്പക്കാരായ ഡോക്ടേഴ്സ് ആണ്. ഇപ്പൊ അവരൊക്കെ ഈ പറയുന്ന പോലെ ഈ വരുന്നവന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്കറിയില്ല, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രൊവോക്കേഷൻ എന്താണെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സാഹചര്യം വരികയാണെങ്കിൽ അസിസ്റ്റൻസിനെ കൂടെ വിളിക്കുക, തീർച്ചയായിട്ടും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. മെയിൽസ് ശരിക്കും അവരുടെ ഒരു സ്വകാര്യ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ അവര് ഒന്നും മെയിൽ ഡോക്ടേഴ്സിനെയല്ല കാണിക്കേണ്ടത്. ഇവര് ഈ ബോർഡ് കണ്ട് അല്ലെങ്കിൽ ഈ ലേഡി ഡോക്ടർ മാത്രം അകത്തിരിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കയറണവര് ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരു ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ? നമ്മൾ പ്രതീക്ഷിക്കില്ല, പെട്ടെന്നായിരിക്കും ഇങ്ങനെ കയറി വന്ന ഇങ്ങനെ ഒരു എക്സിബിഷനും പോലെ കാണിച്ചിട്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഐഡന്റിറ്റി ഓഫ് ജെൻഡർ ഐഡന്റിറ്റി കാണിക്കുന്ന പറയുന്നത് ഇറ്റ് ഈസ് പണിഷബിൾ. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാം ദയവായിട്ട്. ഷാജി ഡോക്ടറെ, ഡോക്ടർ പലപ്പോഴും വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തിയാണ്. ഷാജി. പ്രത്യേകിച്ച് ഈ മയക്കുമരുന്നിന്റെ സ്വാധീനം സമൂഹത്തിൽ കൂടുമ്പോൾ ഇത്തരം കേസുകൾ വളരെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ലാക്സ് ഇൻഡിഫറൻസോട് കൂടി ഇത് ഈ വിഷയങ്ങളെ കാണുന്ന ഇപ്പൊ തന്നെ ഇതൊരു ക്ലിനിക്കൽ ടിപ്സിനെ കുറിച്ചുള്ള സെഷൻ ആയിരുന്നെങ്കിൽ ഒരു 50, 60, 100 ആൾക്കാർ കണ്ടേനെ. ഇത് അതിനേക്കാളും അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമായിട്ട് പോലും അത് വളരെ നെഗ്ലിജൻസ് ആണ് കാണിക്കുന്നത്. ഈ എന്തെങ്കിലും അപ്പൊ ശരിക്കും അവെയർ ആയിരിക്കണം. മാത്രമല്ല ഈ പറഞ്ഞ പോലെ എന്താ പറയാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ധാരണ കൂടി വേണം. ഇപ്പൊ നമുക്ക് ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് വന്നപ്പോൾ സൈറൺ മുഴക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ അപകടം വന്ന് ഓടുന്നതിന് മുമ്പ് എങ്ങനെ ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവസാനം എന്തെങ്കിലും വന്ന് കരഞ്ഞുകൊണ്ട് ഓടുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ വന്ന് ജയലളിത ഡോക്ടർ ചോദിച്ച പോലെ എന്താ ചെയ്യേണ്ടത്? അപ്പം പിന്നെ വേറെ ചോദ്യമുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കണോ അതോ മെയിൽ ചെയ്താൽ മതിയാകോ അതോ ഫോണിൽ എങ്ങനെ ഓൺലൈനായിട്ട് കൊടുത്താൽ മതിയാവോ എന്നുള്ളതാണ് നമുക്ക് സ്വാഭാവിക അടുത്ത ചോദ്യം. എന്താ സാറേ മറുപടി? എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുക്കുക എന്ന് പറയുന്നത് വനിതകൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വനിതകൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലണമെങ്കിൽ വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, വനിതകളുടെ മൊഴി എടുക്കണമെങ്കിലും
വനിതകളോട് ഇൻട്രോഗേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കണമെങ്കിൽ വനിതാ പോലീസ് തന്നെ ചോദിക്കണമെന്നാണ്. അത് വനിതകൾ ഇരിക്കുന്നിടത്തേക്ക് ചെന്ന് ചോദിക്കണമെന്നാണ് പറയുന്നത്. അല്ല പോലീസ് സ്റ്റേഷനിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെന്ന് അവർ ചിലപ്പോൾ ഫോണിൽ വിളിച്ചു പറയും, അല്ലാതെ പേപ്പർ കൊടുക്കത്തില്ല. കൊടുത്ത ആളുടെ പണി പോകും. യെസ്. അപ്പൊ അങ്ങനെ പാടില്ല. കാര്യങ്ങളുണ്ട്. ഷഫീഖ് സ്റ്റേറ്റ്മെന്റ് ഡോക്ടർ വേണമെങ്കിൽ ചോദിക്കുന്നുണ്ടോ? വിളിച്ചാൽ വന്നേ പറ്റൂ, വന്നെടുക്കണം. അത് വനിതകൾ തന്നെ, അല്ലെങ്കിൽ വനിതയുടെ നേതൃത്വത്തിൽ ഒരു പുരുഷനും കൂടെ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷെ അതിന് നേതൃത്വം നൽകേണ്ടത് ഒരു വനിതയായിരിക്കും, വനിതാ പോലീസ് തന്നെ ആയിരിക്കും. അതാണ് നിയമം. നമ്മള് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ അവിടെ ഇരുന്ന് വിളിച്ചാൽ മതി പോലീസ് സ്റ്റേഷനിൽ അല്ലേ? അതെ, വിളിച്ച് അറിയിച്ച് അതിന് അവര് വന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കണമെന്നാണ് നിയമം പറയുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാ ഇലക്ട്രോണിക് സംവിധാനം ഡെവലപ്പ് ചെയ്ത കാലത്ത് കഴിയുമെങ്കിൽ എല്ലാവരും ഈ ക്ലിനിക്കുകളിൽ ക്യാമറ വെക്കുക നല്ലതായിരിക്കും. അതിനെന്തെങ്കിലും അപാകതയുണ്ടോ സാറേ? അത് നമ്മുടെ ഗവൺമെന്റ് അത് പെർമിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്ന് പറയുന്നത്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രിന്റർ വാങ്ങിക്കട്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആദ്യം പെർമിറ്റ് ചെയ്തില്ല. നമുക്കിവിടെ അതായിരിക്കും പ്രശ്നം. പേഷ്യൻസിന്റെ സ്വകാര്യത പ്രശ്നമായിരിക്കും. അത് മേലധികാരിയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് ചെയ്യാവും ക്യാമറ വെക്കുന്നത്. അല്ല, ഞാനിപ്പോ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ കാര്യമല്ല ചോദിച്ചത്. സ്വകാര്യം പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടല്ലോ, ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ. അത് ഓൾറെഡി വെക്കുന്നുണ്ടല്ലോ അവര്, അത് ഓൾറെഡി അവർ ചെയ്യുന്നുണ്ടല്ലോ. അല്ല, ഞാൻ അപ്പൊ അതുകൊണ്ടൊരു എന്താ പറയുക, അത് നമ്മൾ സ്വയം അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ സുരക്ഷയാണ്. സുരക്ഷയ്ക്ക് 10 ആളിനേക്കാളും ബലം ക്യാമറ തന്നെ ആയിരിക്കും. ഷഫീഖ് ഡോക്ടറെ, ഷഫീഖ് ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാമോ? കേൾക്കാം ഡോക്ടറെ. അല്ല, നമ്മുടെ ഇപ്പൊ സാറ് പറഞ്ഞെന്നുള്ള സ്റ്റേഷനിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ലേഡീസിനെ വിളിക്കാൻ പാടില്ല. നമ്മുടെ ഇവിടുത്തെ സ്റ്റേഷനുകളിലെല്ലാം ഫോണിൽ വിളിച്ച് അവര് സ്റ്റേഷനിൽ വരുത്തി തന്നെയാണ് സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുന്നത്. പല സംഭവങ്ങളും എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ നമ്മൾ സാറേ, അതേപോലെ സ്റ്റേഷനിൽ പെറ്റീഷൻ കൊണ്ട് കൊടുത്താൽ ഇച്ചിരി ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവർ റെസിപ്റ്റ് കൊടുക്കും. അല്ലെങ്കിൽ പറയണത് ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് വാങ്ങി വെക്കുന്ന ഒരു ശീലമുണ്ട്. അതൊക്കെ ചില ഓഫീസർമാര് നല്ല രീതിയിൽ ചെയ്യുന്നിടത്ത് അങ്ങനെ ചെയ്യാറില്ല. അല്ലാതെ ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അവര് പിന്നെ മോളിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ട് രജിസ്റ്റർ ചെയ്യിപ്പിച്ച കേസുകളും ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ അവയർനെസ് കൊടുക്കേണ്ട യഥാർത്ഥത്തിൽ നിയമപാലകർക്കും ഉണ്ട് ഇക്കാര്യങ്ങളിൽ. ഡോക്ടർ പറഞ്ഞതിനകത്ത് ഒരു ചെറിയൊരു ഒരു കൺസ്ട്രെയിൻ ഉള്ളതെന്ന് പറയുന്നത്, ഈ നമ്മുടെ പോലീസ് സ്റ്റേഷനില് ഉള്ള സ്റ്റാഫ് എന്ന് പറയുന്നത് പര്യാപ്തമായിട്ടല്ല. അവര് 50 പേരുണ്ടെങ്കിൽ 20 പേരെ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓൾമോസ്റ്റ് പകുതിയേ ഉള്ളൂ സാറേ. ഇന്നലെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിന് അത് പറയുകയുണ്ടായത്. 20 പേരില് 15 പേരും രാവിലെ ഈ പറയുന്നല്ലേ എന്താ പറയാ, മന്ത്രിമാർക്കും അതുപോലുള്ള ആൾക്കാർക്കും കാവലും അവർക്ക് വേണ്ടി എസ്കോർട്ട് ഡ്യൂട്ടിയൊക്കെ പോകും. പിന്നെ ആകെ 3, 4, 5 പേരെ കാണത്തുള്ളൂ. അതുകൊണ്ട് അവർ വിളിച്ച് കേസില് അതില്, പക്ഷെ ആർക്കല്ല നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന് സാധ്യത. അല്ല, നോട്ടീസ് കൊടുക്കാറില്ല അവര്. കാരണം അത് സാർ പറഞ്ഞ പോലെ അത് കൊടുത്താൽ അവർക്ക് പണി വരുമെന്നുള്ള അവർക്ക് അറിയാം. അവർ ഈ നിയമം അറിയാന്നുള്ളവരാണല്ലോ. ബൈ ഫോണിൽ വിളിച്ച് 2 തവണ ചെല്ലാത്തതുകൊണ്ട്, വിളിച്ചിട്ട് ചെല്ലാത്തതുകൊണ്ട് 3ാമത്തെ തവണ വളരെ മോശമായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ച കേസുകളുണ്ട്. പക്ഷെ അവരൊക്കെ സാധാരണ ആൾക്കാരായതുകൊണ്ടാണ്. പക്ഷെ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളവരാണെങ്കിൽ അവരങ്ങനെ ചെയ്തു. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ജസ്റ്റ് പേരുക്കട, ഞാൻ എന്റെ വീടിന്റെ ഒരു 4 വീട് അപ്പുറത്താണ് പോലീസ് സ്റ്റേഷനിലെ ഒരു ജോലിക്കാരിയെ 20 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തെന്ന് അവരുടെ നിറം, അവരുടെ ജാതി, അവരുടെ ആ ഒരു റേസിസം കാണിച്ചു, അല്ലെങ്കിൽ ഇത്രയും എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. സാറേ, ഞാൻ ഈ പറഞ്ഞ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. തിരിച്ച് അവര് പറയുന്ന ഈ പേരുക്കട ഇതൊക്കെ മാതൃക ആശുപത്രി, മാതൃക സ്കൂള്, മാതൃക പോലീസ് സ്റ്റേഷൻ എന്നൊക്കെയാ പറയുന്നത്. എന്തിന്റെ മാതൃകയാണെന്ന് നമുക്കറിയില്ല, പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് നമ്മുടെ വളരെ പരിതാപകരമായ ഒരു എന്താ പറയുക, പോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മേഖല, ഇവൻ വിദ്യാഭ്യാസ മേഖലയിലുമായിട്ട് ഞാൻ ഇപ്പൊ വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് വിദ്യാഭ്യാസ മേഖലയിൽ. അപ്പൊ അത് എനിക്കുണ്ടായ എനിക്ക് ഈ അടുത്ത കാലത്ത് പറയുന്ന അവര് മേളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്,
പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് നോക്കണ്ട. നിങ്ങൾ ശരി ഉത്തരവാണെന്നോ തെറ്റാന്നോ ഒന്നും നോക്കണ്ട. നിങ്ങൾ ജയിപ്പിച്ചു വിടണം എന്നുള്ള നിർദ്ദേശം തന്നെ. സാറേ അതേപോലെ ഒരു ചെറിയ കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ കൊട്ടാരക്കര വന്ദന ഡോക്ടറുടെ കൊലപാതകത്തില് ഒരു നിയമം പാസാക്കി എടുക്കാൻ വേണ്ടി അവര് തന്നെ ചെയ്യിപ്പിച്ചതാണ് എന്നൊക്കെ ചില പല പത്രങ്ങളിലൊക്കെ ചെറിയ ന്യൂസുകളായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പിട്ടേ ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പിട്ടേ ഈ നിയമം 2012 വന്നത്. അല്ല എങ്കിലും അത് പിന്നെ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കി ഇത് ചെയ്യണമെങ്കിൽ അത് പിന്നെ അവരുടെ സംഘടനയുടെ ഒരു നേതാവ് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു, ഇനി നമ്മളിൽ നിന്ന് ആരെങ്കിലും ഒക്കെ രക്തസാക്ഷി ആയാലേ ഈ നിയമം ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. അത് വെറും ഭാവനയാണ്. അങ്ങനെ അതൊരു പെൺകുട്ടി, ഒരു കൊച്ചുകുട്ടി, അതിനെ എത്രയോ ആ കുഞ്ഞു കരങ്ങൾ എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കേണ്ടതാണ്. അല്ല അവര് പറയുന്ന സംശയങ്ങളെന്ന് പറഞ്ഞാല് അവിടെ പിന്നെ വേറെ ഡ്യൂട്ടി നഴ്സും അവരും പലരും ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഈ കുട്ടിയെ തന്നെ ഈ പിന്നെ അതും ഒരു അധ്യാപകനായ മനുഷ്യനാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അതെ, മാത്രല്ല അവിടെ വേറൊരു അവിടെ ഉണ്ടായ മറ്റൊരു കാര്യം ഞാൻ പറയാം. ആ വലിയ മാതൃകാ ആശുപത്രിയായിട്ട് ആ കുഞ്ഞിനെ മറ്റ് തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. അവിടെ അതൊക്കെ തന്നെയാണ് അടുത്ത് പറയാൻ പോകുന്നത് തന്നെയാണ്. സേവ് ചെയ്യാനുള്ള യാതൊന്നും അവിടെ ഇല്ല. പിന്നെ സാധാരണക്കാരൻ എന്താണ് അവിടെ ഉള്ളത്? അത് വേറെ ആശുപത്രി പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് ഷഫീഖ് ഡോക്ടർ പറയുന്നതിൽ വല്ല വാസ്തവം ഉണ്ടോ എന്ന് സംശയിക്കാം. പക്ഷെ എനിക്ക് അതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. സാറേ അത് കഴിഞ്ഞ കുട്ടിയെ കൊണ്ടുപോയത് നേരെ മെഡിക്കൽ കോളേജിലോ വലിയ ഇതുള്ള ഹോസ്പിറ്റലിലോ അല്ല, വരുന്ന വഴിക്ക് വേറെ ഹോസ്പിറ്റലില് അത്രയും ഫെസിലിറ്റി ഇല്ലാത്ത അവിടെയുള്ള ഞാൻ കൊട്ടാരക്കരക്കാരനായതുകൊണ്ട് പറയാം. അവിടെ ഉള്ളതിൽ ഒരു നല്ലൊരു ആശുപത്രി, വലിയ ആശുപത്രി, അത്യാവശ്യ ഫെസിലിറ്റി ഉള്ള ഒരു ആശുപത്രിയാണ് കൊണ്ടുപോയത്. അവിടെ ഒരൊറ്റ ആശുപത്രി, പിന്നെ കൊച്ചു ആശുപത്രികൾ വേറെ ഉണ്ടെങ്കിൽ പോലും ഈ ആശുപത്രി അല്പം ഓക്കെ. അപ്പൊ എന്തായാലും ഈ അമ്മയെ തല്ലിയൽ രണ്ടഭിപ്രായം എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് തൽക്കാലം അവിടെ വിട്ടേക്കാം. എന്തായാലും അത് ദുരന്തമായി. ഇപ്പം ഇതിനകത്ത് സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയുണ്ട് എന്നുള്ള നമ്മുടെ ഇന്നത്തെ പങ്കാളിൽ തന്നെ പകൽ വെളിച്ചം പോലെ തെളിയിക്കുകയാണ്. ഡോക്ടർ ഒരു സെക്കൻഡ് എനിക്ക് അതിനകത്തുള്ള എനിക്ക് തോന്നിയ ഒരു ഇത് ഞാൻ പറയാം. ഇതിങ്ങനെ കത്തി എടുത്തപ്പോഴും കൂടെ 2 എസ്കോർട്ട് പോലീസുകാരുണ്ടായിരുന്നല്ലോ. സാറേ ഞാൻ അത് തന്നെ, സാഹചര്യ തെളിവുകളിൽ പലതും സംശയാസ്പദമായ ഉണ്ട് എന്നുള്ള രീതിയിൽ 1-2 ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളത്. ഡോക്ടറെ വിവാദങ്ങളിലേക്ക് കിടക്കണ്ട, എന്തോ ആയിക്കോട്ടെ. അറിയാം ഡോക്ടറെ, നമുക്ക് സാറിന് നന്ദി പറയാനായിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി നടത്തുന്ന ലോക വനിതാ ആരോഗ്യ പ്രവർത്തക ദിന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും വനിതാ ആരോഗ്യ പ്രവർത്തകർ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവ പരിഹരിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചും വിവരിക്കുകയും ചെയ്ത കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും കണ്ടല്ലൂർ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിലെ മെഡിക്കൽ ഓഫീസറും കൂടിയായ ഡോക്ടർ സിമി സോമരാജന് IFPHന്റെയും ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. സിജി സോമരാജൻ. ആരോഗ്യ മേഖലയിലെ വനിതകളും പരിരക്ഷയും എന്ന വിഷയത്തിൽ വളരെ നല്ല ഒരു പ്രഭാഷണം നടത്തുകയും സ്ത്രീകൾക്ക് ഭയമില്ലാതെ സ്വതന്ത്രമായി ജോലി ചെയ്യുന്നതിനുള്ള നിയമങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയും പരാതി കൊടുക്കേണ്ട ആവശ്യത്തെക്കുറിച്ചും പ്രതികരിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചും ബോധ്യപ്പെടുത്തുകയും ചെയ്ത മരിയൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസറും കേരള ലീഗൽ സർവീസ് അതോറിറ്റി മുൻ സെക്രട്ടറിയും കൂടിയായ ഡോക്ടർ നാരായണ ഭണ്ഡാര സാറിന് IFPHന്റെയും ഇന്നത്തെ പരിപാടി പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ വിനയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിലെ ഔപചാരികമായി സ്വാഗതം ആശംസിച്ച ജയലളിത ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPHന്റെ പ്രത്യേക പരിപാടികളുടെ സംഘാടകനും ഇന്നത്തെ പരിപാടിയുടെ മോഡറേറ്ററും കൂടിയായ മനോജ് ഡോക്ടറിനും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും
സ്റ്റുഡൻസിനും പേരുപേരായി നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1732 ദിവസമായി തടവില്ലാതെ തുടർന്നു വരുന്ന ഈ സൂം വെബിനാറിന്റെ പുറകിൽ അധ്വാനിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും ഭാരവാഹികൾക്കും 1000 നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാനും ഇല്ലാതാനും എന്നൊരു മാവേലി നാട് വരുമെന്ന പ്രതീക്ഷയോടെ ഇന്ന് ഈ പരിപാടിയോട് അവസാനിപ്പിക്കുകയാണ്. നാളെ ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.